അടുത്ത പ്രധാനമന്ത്രി ആരാണ് എന്ന് ഇന്ത്യ മഹാരാജ്യത്തുള്ള ഒരു കൊച്ചു കുഞ്ഞിനോട് പോലും ചോദിച്ചാൽ ഒരു മറുപടി ഇല്ലാതെ കൊച്ചു പറയും നരേന്ദ്രമോദി എന്ന് പറയും. നിഷേധിക്കാൻ പറ്റുമോ? പറ്റിയില്ല. നമ്മുടെ നരേന്ദ്രമോദിക്കെതിരായി പ്രചരണവുമായി ഇറങ്ങി നിൽക്കുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ചെറുപ്പക്കാരന് സ്വന്തം നാട്ടിൽ നിൽക്കാൻ പോലും ഇടയില്ലാതെ നിന്നപ്പോൾ തോറ്റ് തുന്നം പാടിയിട്ട് അവസാനം വയനാട്ടിൽ വന്ന് നിൽക്കേണ്ട ഗതികേടുണ്ടായിരിക്കുകയാണ്. നിങ്ങളറിയാം, ആലോചിക്കുന്ന ഒരു ഉത്തരേന്ത്യയിൽ ഒരു സ്റ്റേറ്റിൽ പോലും ജയിക്കാൻ സാധ്യതയില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യം 400 സീറ്റിന് മുകളിൽ ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ പ്രധാനമന്ത്രി ഉണ്ടാവും. ഒരു സംശയം വേണം, അറിയാമോ? അപ്പോ അടുത്തത് കൂടെ വളരെ വിനയമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ കോൺഗ്രസ് എന്ന് പറയുന്ന മുന്നണി അത് ശിഥിലീകരിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ആ മുന്നണി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി അപ്രസക്തമാകാൻ പോവുകയാണ് എന്ന് മാത്രമല്ല, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 40-ൽ താഴെ സീറ്റുകളുമായി ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷം എന്ന നിലയിൽ ഔദ്യോഗിക പ്രതിപക്ഷം പോലും ആകാൻ കഴിയാത്ത നിലയിലേക്ക് താഴെ പോകുന്നതിൽ ഒരു സംശയവും വേണ്ട. 50 സീറ്റ് കിട്ടില്ല. 50 സീറ്റ് കിട്ടിയാലല്ലേ പ്രതിപക്ഷമുള്ളൂ. ഇന്ത്യയിൽ പ്രതിപക്ഷം ഇല്ലാതാകാൻ പോവാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിന് പുറകെ ഇനി ആരും നടക്കണ്ട. ഇവിടെ കേരളത്തിലെ പ്രശ്നം എന്താ? LDF UDF ഒരു കാരണവശാലും മറ്റൊരു സംവിധാനം കേരളത്തിൽ വരാൻ സമ്മതിക്കില്ല. LDFിന്റെ UDFിന്റെ മുഖമുദ്ര എന്താണ്? പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളുമായി ഒളിച്ചു കച്ചവടം നടത്തി, അത് LDF UDF മാറി വോട്ട് കച്ചവടം നടത്തി, BJP പോലെ ദേശീയമായ കാഴ്ചപ്പാടോടുകൂടി ഇന്ത്യയിലെ ജനാധിപത്യം സംരക്ഷിക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന BJPയെ പോലും വർഗീയ കക്ഷി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സംവിധാനം ഈ കേരളത്തിൽ തകർത്ത് എറിയപ്പെടേണ്ടതല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ആര് ചോദിച്ചാൽ BJP വർഗീയ പാർട്ടിയാ, SDP പിന്നെന്താ? BJP PCOR വർഗീയവാദിയാണോ? ഞാൻ ഹൈന്ദവനാണോ? ഹൈന്ദവന് മാത്രമാണോ അംഗീകാരം എന്ന് പറയുന്നത് ശരിയാണോ? BJPയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആസാം ഉൾപ്പെടെ എടുക്കാം, നാഗാലാൻഡ് ഉൾപ്പെടെ എടുക്കാം. ആ മേഖലയിലൊക്കെ ക്രിസ്ത്യൻ സമൂഹവും ന്യൂനപക്ഷങ്ങളുമാണ്. മുസ്ലിം സമൂഹം ഉത്തർപ്രദേശ് ഉൾപ്പെടെ BJPയുടെ നേതൃത്വം നിൽക്കുക. അപ്പൊ ആ BJP കയറി വർഗീയവാദികൾ നമ്മൾ വിളിക്കുക, എന്നിട്ട് നമ്മൾ വർഗീയത നടപ്പാക്കുക. ഇവിടെ കേരളത്തിലെ ഗതി എന്താ? കേരളത്തിൽ ഇപ്പോ LDFിൽ പിണറായി വിജയൻ നിലനിൽക്കുന്നത് എങ്ങനെയാണ്? പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യ നിയമപരമായി നിരോധിച്ച 3000-ൽ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു, വർഗീയ കലാപത്തിന് പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ട സംഘടന പേര് മാറ്റി SDPI എന്ന് വന്നപ്പോ അത് വർഗീയതയില്ലാതാവും. കാക്ക കുളിച്ചാൽ എങ്ങനെയാ വെളിരാകുന്നത്? പോപ്പുലർ ഫ്രണ്ടിന്റെ വർഗീയവാദികൾ, കേസിൽ പ്രതികൾ. ഇപ്പോ ഞാൻ ചോദിക്കട്ടെ, ഈരാറ്റുപേട്ട നമ്മുടെ തൊട്ടടുത്ത പ്രദേശമല്ലേ? അവിടെയുള്ള 38,800 മുസ്ലിങ്ങൾ, 40,000-ൽ പോപ്പുലേഷൻ 37,800 മുസ്ലിമാണ്. അവിടുന്ന് എത്ര ആളുകളെ NIA കൊണ്ടുപോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ? 60-ന് മുകളിൽ ആളുകൾ എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. NIA കൊണ്ടുപോയതാ, അത് മോദി കൊണ്ടുപോയതല്ല, പേടിക്കണ്ട. NIA കൊണ്ടുപോയതാണ്. എന്തുകൊണ്ട് കൊണ്ടുപോയി? വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് നടന്ന് എല്ലാ ഭീകര പ്രവർത്തനങ്ങളിലും വിധ്വംസ പ്രവർത്തനങ്ങളിലും പ്രതികളായിട്ടുള്ള ആളുകളെയാണ് ഈരാറ്റുപേട്ട വന്ന് ഈ NIA പൊക്കിക്കൊണ്ട് പോകുന്നത്. എത്ര നാണക്കേടാന്ന് നിങ്ങളൊന്ന് ആലോചിച്ച്. 60-ന് മുകളിലുണ്ട്. എന്നിട്ട് ഞാൻ ഒളിച്ചു നോക്കാൻ നമ്മൾ പറയാം, മോദിജി അല്ലായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെങ്കിൽ ഇപ്പോ ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന പലരുടെയും കഴുത്ത് ഇതിനു മുമ്പ് തന്നെ വെട്ടപ്പെടുമായിരുന്നു. ആ സത്യം നിങ്ങൾ മറക്കണം. എനിക്കറിയാമല്ലോ, എനിക്കെതിരെ വന്നിട്ടുള്ള ശക്തമായ ആക്രമണങ്ങൾ.
എല്ലാ മേഖലയിലും നടക്കല്ലേ. അതിനെതിരെ മോദിജി വന്നില്ലായിരുന്നു എന്താകുമായിരുന്നു നമ്മുടെ ഗതി എന്ന് ആലോചിച്ചാൽ മതി.